നമസ്കാരം. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര തർക്കങ്ങൾ, ഇറക്കുമതി ചുങ്കം, പ്രതിരോധ സഹകരണം എന്നിവ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. ഇന്തോ പസഫിക് സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിക്ഷേപ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളിലും ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഒരുക്കുന്ന സ്വകാര്യ അത്താഴവിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് ഇരുവരും സംയുക്ത വാർത്താസമ്മേളനം നടത്തും. പ്രധാനമന്ത്രിയും എലോൺ മസ്കും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ട്. മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥരുമായും ഇന്ത്യൻ ഡയസ്പോറ അംഗങ്ങളുമായും പ്രധാനമന്ത്രി സംവദിക്കും. നേരത്തെ വാഷിംഗ്ടണിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. एक बार यहाँ पर फिर से लगते हुए नजर आ रहे हैं और हम देख रहे हैं कि जब भी प्रधानमंत्री नरेंद्र मोदी विदेश के दौरे पर होते हैं, आप देख सकते हैं प्रधानमंत्री जब यहाँ पर पहुंचे तो किस तरह से जो भारतीय समुदाय है उन्होंने वहाँ पर इनका स्वागत किया और प्रधानमंत्री की एक छवि पाने के लिए पहले से ये लोग यहाँ पर एकत्रित थे और उसके बाद जब प्रधानमंत्री को अपने बीच वहाँ पर पाया तो हम देख सकते हैं कि किस तरह से जोरदार तरीके से यहाँ पर യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി രഹസ്യാന്വേഷണ സഹകരണം വർദ്ധിപ്പിക്കൽ, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വികസനം സംബന്ധിച്ച കാഴ്ചപ്പാടുകളും ഇരുവരും കൈമാറി. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണിത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ പകുതി പൂർത്തിയാക്കി ലോക്സഭ പിരിഞ്ഞു. മാർച്ച് 10 സഭ വീണ്ടും ചേരും. പുതിയ ആദായനികുതി ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിലവിലെ നിയമത്തിന്റെ സങ്കീർണതകൾ ലഘൂകരിച്ച് ലളിതവും ഹ്രസ്വമാക്കാനുള്ള ബില്ലാണ് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചത്. 1961 ആദായനികുതി നിയമത്തെ അപേക്ഷിച്ച് പുതിയ ബില്ലിൽ 238 വകുപ്പുകൾ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 536 സെക്ഷനുകളാണ് പുതിയ ബില്ലിലുള്ളത്. വഖഫ് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടും ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ച് ലോക്സഭയിൽ നിന്നും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തുടർന്ന് ലോക്സഭ പിരിയുകയായിരുന്നു. मेरा आपसे आग्रह है कि आप संसद की मर्यादाएं, परंपराओं को बना के रखें, अच्छी परंपराएं शुरू करें. मैं हर विषय पर, हर मुद्दे पर आपको बोलने की इजाजत दूंगा. രാജ്യസഭയിൽ ഇപ്പോൾ ബജറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള ജെപിസി റിപ്പോർട്ട് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബിജെപി അംഗം മേധാ വിശ്രം കുൽക്കർണിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വഖഫ് ഭേദഗതി സംബന്ധിച്ച സംയുക്ത സമിതിക്ക് മുമ്പാകെ നൽകിയ തെളിവുകളുടെ രേഖാപകർപ്പും കുൽക്കർണി സഭയിൽ സമർപ്പിച്ചു. വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് കുറിപ്പുകൾ ചേർക്കുന്നതിൽ കേന്ദ്രത്തിന് എതിർപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജെപിസിയുടെ അന്തിമ റിപ്പോർട്ടിൽ തങ്ങളുടെ വിയോജിപ്പ് കുറിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എല്ലാ വിയോജിപ്പ് കുറിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ 112% ഉൽപാദനക്ഷമത രേഖപ്പെടുത്തിയതായി സ്പീക്കർ ഓം ബിർള. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ 177 അംഗങ്ങൾ 17 മണിക്കൂറിലധികം പങ്കെടുത്തതായി അദ്ദേഹം സഭയെ അറിയിച്ചു. 2025-26 പൊതു ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയിൽ 170 അംഗങ്ങൾ പങ്കെടുത്തതായും ഓം ബിർള വ്യക്തമാക്കി.
വിവിധ ദേശീയ പെൻഷൻ പദ്ധതികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. അസംഘടിത മേഖലകളിലെ ആളുകൾക്ക് നിരവധി പെൻഷൻ പദ്ധതികൾ ലഭ്യമാണെന്നും രാജ്യസഭയിൽ സപ്ലിമെന്ററികൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു. അടൽ പെൻഷൻ യോജന, PM ശ്രമിക് മന്ദൻ, PM ശ്രം യോഗി മന്ദൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതിയിൽ നിന്ന് ഏകദേശം 80 കോടി ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. जो उससे विड्रॉ हो जाना चाहते हैं तो विड्रॉ होने की भी उसको सुविधा उससे मिलती है. उसमें बैंक के बाद इंटरेस्ट के साथ वो विड्रॉ हो सकते हैं. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹ് യോജനയുടെ രജിസ്ട്രേഷനുകൾക്കായി ദേശീയ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. രാജ്യത്തുടനീളമുള്ള പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തുമെന്ന് ഫിഷറീസ് മന്ത്രാലയം അറിയിച്ചു. മത്സ്യബന്ധന മേഖലയ്ക്ക് ധനസഹായം വർദ്ധിപ്പിക്കുക, മത്സ്യകൃഷി ഇൻഷുറൻസ് പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹ് യോജനയുടെ പ്രധാന ലക്ഷ്യം. നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 3-ന് സഭ വീണ്ടും ചേരും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സഭയിൽ ഉപക്ഷേപത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നിയന്ത്രിക്കാൻ സ്പീക്കർ ശ്രമിച്ചത് പ്രകോപനത്തിന് കാരണമായി. തർക്കം രൂക്ഷമായതിനെ തുടർന്ന് പ്രതിഷേധ സ്വരവുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് SC/ST ഫണ്ട് ഇത്രയും വെട്ടിക്കുറച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിന് മറുപടി പറഞ്ഞ് മന്ത്രിമാരായ OR കേളുവും മന്ത്രി KN ബാലഗോപാലും ഏറ്റവും കരുതലോടെ പട്ടിക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് നിലവിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം സഭ നിർത്തി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് മന്ത്രിമാർ അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി സഭാ കവാടത്തിലേക്ക് മാർച്ച് നടത്തി. അതിനിടെ അന്തിമ ധനാഭ്യർത്ഥന ചർച്ചയില്ലാതെ നിയമസഭ പാസാക്കി. KSU തൃശൂർ DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് നടത്തിയ ലാത്തിചാർജിൽ KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ മാളയിൽ നടന്ന D-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഏകപക്ഷീയമായി നടപടിയെടുക്കുമെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. തൃശൂർ DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DIG ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയുകയായിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിൻവാങ്ങിയില്ല. ഒടുവിൽ പ്രവർത്തകർ പോലീസിനെതിരെ തിരിഞ്ഞതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. കലാലയങ്ങളിൽ SFIയുടെ സ്വാധീനം കുറയുന്നു, ഇല്ലാതാകുന്നു. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അക്രമങ്ങളെല്ലാം. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 10 കർമ്മ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിൽ ശാശ്വതം എന്നൊരു വാക്കില്ലെന്നും പരമാവധി ചെയ്യുക എന്നതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമ ഭേദഗതിക്കായി 5 വർഷമായി കേന്ദ്രത്തെ സമീപിക്കുകയാണെന്നും കേന്ദ്രം നിലപാട് തിരുത്തിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുന്നത് ആലോചിക്കുമെന്നും AK ശശീന്ദ്രൻ അറിയിച്ചു. പക്ഷേ നമ്പർ കൂടി എൻ്റെ നമ്പറിൻ്റെ കണക്കിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാനല്ല ഞാൻ നോക്കുന്നത്. നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. പരിഹാരം കാണാൻ 3 വഴികളേ ഉള്ളൂ. 1 ദീർഘകാലാടിസ്ഥാനത്തുള്ള പരിപാടി, 2 ഹ്രസ്വകാല പരിപാടി, 3 ആവശ്യമായ നിയമ ഭേദഗതി. ഇന്നലെയും കേന്ദ്രമന്ത്രി ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. വിശദമായ വാർത്തകൾ ഇനി 7 മണിക്ക്. നമസ്കാരം.